ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചീർപ്പ് എങ്ങനെ ഈസിയായി വൃത്തിയാക്കാം എന്നാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ചീർപ്പുമ്പോൾ പലപ്പോഴും പൊടിയും അങ്ങനെ അഴുക്കുകളൊക്കെ പിടിച്ചിരിക്കുന്ന നമ്മൾ കാണാം. അത് ഈസി ആയിട്ട് എങ്ങനെ വൃത്തിയാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിൽ അത്യാവശ്യം വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളം തിളയ്ക്കണ്ട, പക്ഷെ നന്നായിട്ട് ചൂടാക്കാം. അതിനുശേഷം അതിലേക്ക് പാത്രം കഴുകണ ലിക്വിഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പുവും ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് അതിൽ ഒഴിക്കുക. അത്യാവശ്യം ഒരു പത വേണം നമുക്ക് ഇത്തിരി. അതിന് വേണ്ടിയിട്ടാണ് നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തണുപ്പിക്കാൻ പാടില്ല വെള്ളം കേട്ടോ. അതിന് ശേഷം ഈ നേരി ചൂടുള്ള വെള്ളത്തിൽ എല്ലാ ചീർപ്പുകളും അതിലിടാം. പാത്രം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചീർപ്പിൻ്റെ വലിപ്പം അനുസരിച്ചുള്ളൊരു പാത്രങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് 30 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ അതുമത്തെ അഴുക്കൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ചീർപ്പുകളെയും പുറത്തേക്ക് എടുക്കുക. ഇപ്പോഴും അത് അഴുക്കുണ്ടായിരിക്കും, നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കണം. അതൊരു തുണിയുമ്പോൾ വയ്ക്കുക. അതിന് ശേഷം ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അത് ഉപയോഗിച്ച് നന്നായി ഉരച്ച് ക്ലീൻ ചെയ്യുക. ഒരു തുണി താഴ്ത്തി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ആ അഴുക്കൊക്കെ അതുമ്മേ വീഴും. നന്നായി തിരിച്ചും മറിച്ചും അത് നന്നായി ബ്രഷ് ചെയ്ത് അതുമത്തെ അഴുക്കുകൾ കളയാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതുമത്തെ എല്ലാ പൊടിയും അഴുക്കൊക്കെ പോയിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി, അത്രയേ ഉള്ളൂ. ഇപ്പം ബ്രഷുമത്തെ എല്ലാ അഴുക്കും പോയി, നല്ല ക്ലീനായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചീർപ്പുകളെല്ലാം അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇതുപോലത്തെ ഹെയർ ബ്രഷ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ച് മുടിയൊക്കെ അതുമ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈ കൊണ്ട് നമുക്ക് വലിച്ച് അപ്പം കളയാം. പക്ഷേ ചില മുടി അതുമ്പോൾ കുടുങ്ങി കിടക്കും, നമുക്ക് കൈ കൊണ്ട് എടുത്താലും കിട്ടില്ല. അപ്പോൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ആക്കിയിട്ട് ആ മുടി നമുക്ക് പതുക്കെ എടുത്ത് കളയാം. അതിനുശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുമ്മക്ക് ഈ ബ്രഷുമ്മക്ക് ഡയറക്റ്റ് തന്നെ ഒന്നുകിൽ പാത്രം കഴുകുന്ന ലിക്വിഡോ അല്ലെങ്കിൽ ഷാമ്പുവോ ഡയറക്റ്റ് അതുമ്മക്ക് ഒഴിച്ചിട്ട് ഒരു പഴയ ടൂത്ത് ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരയ്ക്കണം. അപ്പോഴാണ് അതുമ്മ അതിൻ്റെ ബ്രിസിൽസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴത്ത് ഇങ്ങനെ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കും. അത് നമുക്ക് കൈ കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ 2 ബ്രഷും അതുപോലെ തന്നെ നന്നായിട്ട് ഉരച്ച് ആവശ്യമുണ്ടെങ്കിൽ ലിക്വിഡ് സോപ്പിനി ഒഴിച്ച് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക്